അങ്കിളുടെ ഇപ്പം MCYM 10 വർഷത്തെ ജേർണി കഴിഞ്ഞു. അപ്പം കുറെ പ്ലസ് മൈനസ് എല്ലാം അങ്കിളുടെ ജീവിതത്തിൽ വന്ന് കാണും. അപ്പൊ അങ്കിൾക്ക് ഏറ്റവും ഒരു പെയിൻഫുൾ ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ ഒരു പ്രയാസം തോന്നിയ ഒരു മൊമെന്റ് എന്തുവായിരുന്നു? MCYM ജേർണിയില് പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജീവിതമല്ലേ, മനുഷ്യരല്ലേ. എനിക്ക് ഒത്തിരി പ്രയാസം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് യൂത്തെങ്കിലും ഈ മാതാപിതാക്കളുമായിട്ട് കുറച്ച് അകന്നു നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകാറുണ്ട് പലപ്പോഴും. ഫോർ എക്സാമ്പിൾ, ഒരിക്കലൊരു അമ്മ എന്നോട് പങ്കുവെച്ചത്, ഈ പള്ളിയിൽ നിൽക്കുമ്പോൾ കുർബാനക്രമത്തിനകത്ത് കണ്ണുനീര് വീഴുമോ ഈ അമ്മയുടെ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം. അത് എൻ്റെ മോനെ എനിക്ക് പള്ളിയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ കുഞ്ഞിന് എന്തെങ്കിലും അസുഖമുള്ളവനായിരിക്കും. അവനൊരു അസുഖവും ഇല്ല, പക്ഷെ അവൻ വരുത്തുമില്ല, ഞങ്ങളെ അനുസരിക്കുന്നില്ല. ഞാൻ ചിലപ്പം അവിടെ വീട്ടിൽ ഇരുന്ന് ഒത്തിരി ഫോഴ്സ് ചെയ്ത് അവൻ പള്ളി വന്നെങ്കിലേ ആ അമ്മയ്ക്ക് വിഷമമാണ്. കാരണം ഈ മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ ഈ പള്ളിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഈ മോനെ കൊണ്ടുവരാത്തൊരു വിഷമം. അതിന് അമ്മ പറയുന്നത്, ഞാൻ കുർബാനയുടെ സമയത്ത് ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാണ്, അപ്പോഴാണ് കരച്ചിൽ വരുന്നത്. അതോടൊപ്പം തന്നെ അതൊരു കുറെ യൂത്ത് അങ്ങനെ ഉണ്ട്. ഞാനിപ്പം കുറച്ച് യൂത്തെങ്കിലും ഒരു 10% യൂത്തെങ്കിലും മാതാപിതാക്കളുമായിട്ടൊരു ആത്മബന്ധമില്ല. അവർക്ക് പ്രയോറിറ്റി ഒരു പക്ഷേ സുഹൃത്തുക്കളോടാണ്. ഒരമ്മ പറഞ്ഞ സങ്കടം, അപ്പനെ ഒരു കാര്യത്തിൽ അപ്പനെ അനുസരിക്കുന്നില്ല. അപ്പന് പറഞ്ഞ എല്ലാത്തിനും അപ്പനോട് നെഗറ്റീവ് പറഞ്ഞു. ഞാനൊരു നേരത്തെ ഒരു കഥ പറഞ്ഞില്ലായിരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് അപ്പം വന്നപ്പോ ഈ അപ്പനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല മോനെ. അപ്പൊ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ MCYM ജേർണിയിൽ എനിക്ക് പ്രയാസം ഉണ്ടായത് ബർണവാസ് പിതാവിന്റെ വിയോഗം. അത് ഒത്തിരി ഞാൻ അത് കഴിഞ്ഞ ഒരു വർഷത്തോളം MCYM പോലും ആക്റ്റീവ് ആകാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞങ്ങൾ തമ്മിൽ അത്ര നല്ലൊരു ആത്മബന്ധം, ഒരു ബിഷപ്പിനെക്കാട്ടിലും ഉപരി ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ എല്ലാം പരസ്പരം പങ്കുവെക്കുന്ന ഒരു അനുഭവമായിരുന്നു. ബർണവാസ് പിതാവ് വിട്ടുപോയതാണ് എൻ്റെ MCYM ജേർണിയിലെ ഏറ്റവും വേദനയുള്ള അനുഭവം. ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളില് ആ വേദന എങ്ങനെയുണ്ട്? അങ്ങള് പറഞ്ഞത് ശരിയാണ്. പിതാവ് നമ്മളെ വിട്ടുപോയത് വളരെ സഡൻ ആയിട്ടുമാണ്. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആണ്. അതിന്റെ ഒരു വോയിഡ് ഇതുവരെ നമുക്ക് ആർക്കും അങ്ങനെ ഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അങ്കിൾ ഇപ്പം പറഞ്ഞു, അങ്കിൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സുഹൃത്തം ഉണ്ടായിരുന്നെന്ന്. അപ്പം ഈ ഒരു സൗഹൃദവും ഈ ഒരു കൂട്ടായ്മയില് അങ്കിൾക്ക് എന്താണ് പിതാവിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ എന്തുവാണ് അങ്കിൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ എക്സ്പീരിയൻസസ്? നിയമം അങ്ങനെ ഷെയർ ചെയ്യാൻ പോവാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിതാവുമായിട്ടുള്ള നല്ല ഓർമ്മകൾ ഒരുപാടുണ്ട്. ഞാൻ ചുരുക്കി പറയുവാണെങ്കിൽ 2020 ഡിസംബർ 30 പിതാവ് കേരളത്തിലെ എൻ്റെ വീട്ടിൽ വരുന്നത്. ആദ്യമായിട്ട് അന്ന് നാട്ടിൽ വരുന്നത്, അവസാനമായിട്ടും അതാണ്. അന്നാണ് ഞാൻ ലാസ്റ്റിൽ പിതാവിനെ ആരോഗ്യത്തോടെ കാണുന്നത്. പിന്നെ പിതാവിനെ കാണുന്നത് ഡൽഹി ഹോസ്പിറ്റലിലാണ്. ആ കാഴ്ചയൊന്നും അതൊന്നും നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല. അന്ന് പിതാവ് അന്ന് ദേവസ്വത്തിൽ ഉണ്ടായിരുന്നു കൂടെ, റിനി ഉണ്ടായിരുന്നു കൂടെ. നമ്മുടെ സ്മിനുവിന്റെ കല്യാണം കഴിഞ്ഞ എൻ്റെ വീട്ടിലോട്ട് വന്നത്. അന്ന് പിതാവ് എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ബെഡ്റൂമിൽ വന്നു. ബാക്കിയുള്ളവരെല്ലാം പുറത്താണ്, എൻ്റെ പേരൻസും എല്ലാവരും പുറത്ത് നിൽക്കുകയാണ്. ഒരുപാട് നേരം എന്നോട് പിതാവ് സംസാരിച്ചു, പല കാര്യങ്ങൾ സംസാരിച്ചു. എന്നെ പല കാര്യങ്ങൾ ഏൽപ്പിച്ചു. അതിൻ്റെ ഒരു ഏൽപ്പിച്ച കാര്യമായിരുന്നു നമ്മുടെ ഭോപ്പാലിലെ കൺവെൻഷനിലെ മിഷൻ യൂത്ത് ഗ്യാതറിംഗ്. അത് പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ചു. ഞാൻ അവസാനം ബിഷപ്പിനോട് ചോദിച്ചു, എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് പിതാവ് എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകണം ചോദിച്ചു. ഞാൻ അത് ഒത്തിരി കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തു. ഞാൻ അതാണ് പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് MCYM പോകാത്തത് തന്നെ ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പിതാവിൻ്റെ ചില ആഗ്രഹങ്ങൾ ഒരു പരിധി വരെ കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഏറ്റവും വലിയൊരു പിതാവിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, പിതാവിന് അൽമായ സുഹൃത്തുക്കളുണ്ടല്ലോ. വലിയൊരു അൽമായ സുഹൃത്ത് ബന്ധമുണ്ട്. ഏത് രാത്രി പിതാവ് വിളിച്ചാലും പിതാവിനെ സഹായിക്കാൻ പറ്റിയ ഒരു അൽമായ സുഹൃത്ത് ബന്ധം. ഞാൻ ഒരു ദിവസം ഞങ്ങൾ ഡൽഹിയിൽ ചെന്ന് ഞങ്ങളിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുക. ആരുടെ ഫോൺ വന്നു. പിതാവ് ഇങ്ങനെ എൻ്റെ കൈ പരസ്പരം പിടിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പിതാവ് പ്രാർത്ഥിച്ചു. ഫണ്ട് എന്തോ അത്യാവശ്യം. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോംബെ എന്ന ആരാണ്ട് ഫോൺ വന്നു. ഒരു പക്ഷേ എൻ്റെ ഈ എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലാവും ആരാണെന്ന്. പിതാവിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നു. പിതാവ് താങ്ക് യു പറഞ്ഞ്
പിതാവ് ഫോൺ കട്ട് ചെയ്തു. ഉടൻ തന്നെ അന്ന് ടോജു അച്ഛനായിരുന്നു ഈ ഫൈനാൻസിന്റെ ചാർജ്. ടോജു അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ നമ്മുടെ കാര്യം ശരിയായിട്ടുണ്ട്, നമുക്ക് നാളെ ശരിയാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും എൻ്റെ കൈ പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. അന്നേരം പിതാവ് കരയണം. ആ വിശ്വാസം നോക്കിക്കോണം. പിതാവിൻ്റെ ഭയങ്കര വിശ്വാസം. പിതാവ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഒരുപാട് സമ്പത്തൊന്നും വേണ്ട ദൈവമേ, എൻ്റെ ആവശ്യങ്ങൾ നടന്നു പോകണം. അതോടൊപ്പം തന്നെ ഞാൻ ഈ മിഷൻ വിസിറ്റിനും യൂണിറ്റ് വിസിറ്റും ഒക്കെ പോകുമ്പോൾ ഞങ്ങൾ സംസാരിക്കും, ഞാൻ പോവാണ് ഓൾ ദ ബെസ്റ്റ് പറയും, അവിടെ ചെന്നോന്ന് ചോദിക്കും. എന്നിട്ട് ബിഷപ്പ് ചില കാര്യങ്ങൾ പറയും, ഇന്ന യൂണിറ്റിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കെ. ചിലവർ പക്ഷേ പിതാവിന് പേരൻസിൻ്റെയോ അച്ഛന്മാരുടെയോ വല്ല കംപ്ലൈൻറ്റ് കിട്ടിയത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഞാൻ മയൂർ വിഹാറിൽ പോയി. അപ്പോൾ മയൂർ വിഹാർ ചെന്നപ്പോൾ എൻ്റെ സുഹൃത്തും ഒക്കെ മിസ്റ്റർ കെ ജെയിംസ് ഉണ്ട്. അദ്ദേഹമായിരുന്നു ആനിമേറ്റർ. ഞാൻ പുള്ളിയുടെ വീട്ടിലാണ് താമസിച്ചത്. യൂണിറ്റ് വിസിറ്റ് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് സുഹൃത്തിന് ഫ്ലൈറ്റാണ്. ഞാൻ വന്നപ്പം ഞാനൊരു നോക്കിയതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. 5 മണിക്ക് എനിക്ക് റിപ്പോർട്ടിംഗ് ആയിരുന്നു. ഞാൻ 5 മണിക്ക് അത് സമയം മാറിപ്പോയി. 1 hour ലേറ്റ് ആയിട്ട് ഞാൻ ഇറങ്ങിയത്. അതാ ഡൽഹി ട്രാഫിക്കും. ജെയിംസ് ഭായി എന്നെ വണ്ടി കയറ്റി പറഞ്ഞു, ഷാജി ഭായി പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ആദ്യം. അപ്പം പിന്നെ ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇതുപോലെ പ്രോഗ്രാം കഴിഞ്ഞു, അനുഗ്രഹപ്പെട്ട യൂത്ത് ആയിരുന്നു, നല്ല മീറ്റിംഗ് ആയിരുന്നു മയൂർ വിഹാറിലെ. പക്ഷെ പിതാവിന് അബദ്ധം പറ്റിപ്പോയി, ഈ ഫ്ലൈറ്റ് എൻ്റെ മിസ്സായി പോകും. കാരണം ഈ ഡ്രൈവർ പറഞ്ഞു ഒരു ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു, മിനിമം ഒരു 45 minutes മുമ്പ് അവിടെ ചെല്ലണം. പിതാവ് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. 10 minutes കഴിഞ്ഞപ്പോഴേ ഈ കെ ജെയിംസിന്റെ ഫോൺ വന്നു, ഷാജിബായുടെ ഫ്ലൈറ്റ് 1 hour ലേറ്റ് ആകുന്നുണ്ട്. ഞാൻ പിതാവിനെ വിളിച്ചു. പിതാവ് പറഞ്ഞു, കണ്ടോ നമ്മള് ഭയങ്കര ഹോൾഡാണ് മേളില്, ഫ്ലൈറ്റ് വരെ ലേറ്റ് ആക്കി. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു. അങ്ങനെ പിതാവിനുമായിട്ട് നടന്നതിനകത്തുണ്ടല്ലോ ഈ സാക്ഷ്യങ്ങൾ ഒരുപാടാണ്. അപ്പൊ ഒത്തിരി കാര്യം ഞങ്ങള് ഈ രാത്രി 11 മണിക്ക് 12 മണിക്കാണ് മിക്കവാറും ബിഷപ്പ് വിളിക്കുന്നത്. പരസ്പരം ഞങ്ങൾ സംസാരിക്കും, എല്ലാ അനുഭവങ്ങളും പേഴ്സണൽ കാര്യങ്ങളും ഷെയർ ചെയ്യും, പരസ്പരം പ്രാർത്ഥിക്കും. അത് നല്ല ഒരു അത് ഒത്തിരി നല്ലൊരു അനുഗ്രഹമാണ്. ബിഷപ്പിനെ പറ്റിയുള്ള അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാടാണ്. ഞാൻ ഇപ്പോഴീ ആനിമേറ്റർ സ്ഥാനത്ത് തുടർന്ന് തന്നെ ആ പിതാവ് തന്ന ട്രെയിനിങ്ങിലാണ്, പിതാവ് തന്ന പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹമാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴും സ്വർഗത്തിൽ നിന്ന് ഈ മെസ്സേജ് പിതാവ് കേൾക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും പിതാവിനോടുള്ള നമ്മുടെ ആ സ്നേഹം, കാരണം പിതാവ് നമ്മളോട് നോക്കുമ്പോൾ തന്നെ ഒരു ചിരി തരും. ആ ഒരു ചിരിയിൽ തന്നെ ഒരു വലിയൊരു പോസിറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോഴെ പുതിയ ബിഷപ്പ് വന്നപ്പോൾ തന്നെ അതുപോലെ തന്നെ ആ ബിഷപ്പും നമ്മുടെ കൂടെ ചേർന്ന് ആ സപ്പോർട്ടോട് കൂടെ ഇപ്പൊ നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അന്തോണീസ് പിതാവ് നമുക്ക് നല്ല സപ്പോർട്ട്, MCYM സ്പെഷ്യലി എല്ലാ മീറ്റിങ്ങുകളും ബിഷപ്പ് സാന്നിധ്യം എത്രത്തോളം വരാൻ പറ്റുമോ അത്രത്തോളം ബിഷപ്പ് വരുന്നുണ്ട്, സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. That's true.